വെൽക്കം ബാക്ക് ടു CSMX. അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇന്നാണ് 31/7/2026 നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വന്നത്. അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിലവിൽ കൊടുത്തവരാണെങ്കിലും അപ്ലിക്കേഷൻ റീസബ്മിറ്റ് ചെയ്തവരാണെങ്കിലും അതുപോലെ തന്നെ കോളേജ് ഓപ്ഷൻ പ്രിഫറൻസ് മാറ്റി കൊടുത്തവരാണെങ്കിലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തവരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം കൂടി ഉണ്ട്. അതായത് ഇന്ന് 31/7/2026 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഫോർ നമുക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും പ്രിഫറൻസ് ഓർഡർ ചേഞ്ച് ചെയ്യാനും പുതിയ കോളേജുകൾ ആഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ എന്ന് വരുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ളതൊന്ന് ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്യുക. നിലവിൽ ചെയ്തവരാണെങ്കിൽ കൂടി ഒന്ന് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻ തന്നെയല്ലേ വരുന്നത്, അതോ സബ്മിറ്റ് ചെയ്യാനുള്ള ഭാഗമാണോ വരുന്നതെങ്കിൽ അത് വീണ്ടും കൺഫേം ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത് നിങ്ങൾ ഇതുവരെ ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നിട്ട് കിട്ടിയ കോളേജിൽ മാറ്റം വരുത്താനൊന്നുമില്ലെങ്കിൽ നിലവിലുള്ള തന്നെയാണ് തുടരുന്നതെങ്കിൽ അത് കറക്റ്റ് കൺഫേം ആണോ എന്നുള്ള കാര്യം നോക്കാം. അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ, അതായത് കോളേജ് കുറേ ആളുകൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കോളേജ് കിട്ടിയിട്ടില്ല, അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കോളേജ് കറക്റ്റ് കിട്ടണമെങ്കിൽ ആവശ്യത്തിലധികം എന്ത് ചെയ്യണം, നിങ്ങൾ കോളേജ് ആഡ് ചെയ്യണം. നിങ്ങളുടെ റാങ്ക് അത്രയും പിന്നിലായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്തുള്ളത്, കോളേജ് ഒന്നിലും നിലവിൽ വരാത്തത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണേ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്രയാണ് ഒരു 20 to 13 ഈ പറഞ്ഞ കോളേജുകൾ, ലിസ്റ്റുള്ള കോളേജുകൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ടോപ്പ് റാങ്കിലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ കോളേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിഫറൻസ് മാറ്റേണ്ടതുണ്ടെങ്കിൽ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ മാറ്റാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാലും നിങ്ങൾക്ക് താഴെ വരുന്ന പ്രിഫറൻസുകളൊന്നും, താഴെ മീൻസ് നിങ്ങളൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോളേജിന് താഴെ വരുന്ന പ്രിഫറൻസുകളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ ആഡ് ചെയ്യുക, അതിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് കോളേജ് കിട്ടും. അതിൻ്റെ മുകളിലുള്ളതായിരിക്കണം വീണ്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്കൊരു കോളേജ് കിട്ടണം, അതിന് തൊട്ട് താഴെ ഓക്കെ ഇവിടെയും കിട്ടിയാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതവിടെ വെക്കരുത്. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യണം, പ്രിഫറൻസ് മുകളിലേക്ക് കൊടുക്കണം. പിന്നെ കുറേ റാങ്ക് പിന്നിലുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പ് 5 കോളേജ് ഓർ 4 കോളേജൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കൊന്നും ലിസ്റ്റിൽ വന്നിട്ടില്ല. കാരണം എന്താ, അവരുടെ റാങ്ക് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും അവിടെ കിട്ടാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ അതും വെക്കുക. ബൈ ചാൻസ് നിങ്ങൾക്ക് മറ്റുള്ള അലോട്ട്മെൻറ്റ് എവിടെയെങ്കിലും വരുമ്പോൾ അവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കോട്ടകളൊക്കെ വെച്ച് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അതും വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏതൊക്കെ കോളേജാണ് നിങ്ങൾക്ക് കൃത്യമായി ഇപ്പോൾ ധാരണ ഉണ്ട്, അതും കറക്റ്റ് വെക്കുക. ഓക്കെ, പിന്നെ ഡോക്യുമെൻസിൻ്റെ കേസിൽ അതുപോലെ തന്നെ മതിയായ കോളേജുകൾ കൊടുത്തിട്ടും ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജും കിട്ടാത്തവരും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു സമയം ഇന്നലെ 29/7/2026 ഉണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു റിപ്ലൈ കിട്ടിയോ, മെയിൽ അയച്ചോ എന്നുള്ള കാര്യം ഒന്ന് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ശരിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ, എന്താണ് അവസ്ഥ, എന്താണ് ഉണ്ടായത് എന്നുള്ളത്. അതുപോലെ തന്നെ നിലവിൽ ഈ ചെയ്യാനുള്ള ആളുകളും കൂടി എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെയാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാത്രി വരെ, ടൈമൊന്നും അതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം രാത്രി വരെയാണ് അതിൻ്റെ ടൈം വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ലാസ്റ്റിലേക്ക് പോകാതിരിക്കുക, മോർണിംഗ് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ നല്ല നല്ല കോളേജിൽ കിട്ടട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ അക്കാദമിക്സ്, ഫാക്കൽറ്റീസ് എല്ലാം, കോളേജ് ക്യാമ്പസ് എല്ലാം വെരിഫൈ ചെയ്തിട്ടുണ്ടാവും ഈ 2 ദിവസത്തിനുള്ളിൽ വിചാരിക്കുന്നു. അതിനുശേഷം തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയങ്ങളുണ്ട്, അന്വേഷിക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷം കോളേജുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓപ്റ്റ് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വയ്ക്കുക. തുടർന്നുള്ള ആഴ്ചകളിൽ ഈ ആഴ്ച കഴിയാനായി, നാളെയും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഗസ്റ്റ് ഒരു 2nd വീക്ക് തൊട്ട് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൂടാതെ തന്നെ ഒരു 3rd വീക്കൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് എന്താവും, ക്ലാസ്സുകൾ തുടങ്ങാനുള്ള സാധ്യത ഉണ്ട്, നിലവിലുള്ള ഒരു ഇതിൽ വേറെ ഡിലേ ഒന്നും വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ബോധേഡാവേണ്ടത്. അതായത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് കൃത്യമായി സബ്മിറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഫൈനലി എന്ത് ചെയ്യേണ്ടത്, ഉറപ്പ് വരുത്തേണ്ടത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി റീചെക്ക് ചെയ്തിട്ട് പ്രിഫറൻസിൽ, പിന്നെ ഇപ്പുറത്ത് ആഡ് ചെയ്തിട്ടുള്ള കോളേജിൻ്റെ പ്രിഫറൻസിൻ്റെ ഓർഡറും ഒന്ന് ലാസ്റ്റ് ഒന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. ഓൾറെഡി എന്തുണ്ട് അവിടെ
റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്നുള്ള സാധനം ലാസ്റ്റ് മിനിറ്റ് എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഈ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളെ ലിസ്റ്റ് ഓഫ് കോളേജ് കറക്റ്റ് പക്കയായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പ് വരുത്താം. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല സ്ഥലത്ത് തന്നെ കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.